കോളേജ് ഡേയുടെ ആവേശം ക്യാമ്പസിൻ്റെ സിരകളിൽ പടർന്നു തുടങ്ങിയിരുന്നു. ക്ലാസുകൾ അവസാനിച്ചതോടെ കലാലയം മറ്റൊരു ലോകമായി മാറി. ഓരോ മുറിയിൽ നിന്നും പാട്ടിൻ്റെയും ചിരിയുടെയും താളവാദ്യങ്ങളും ശബ്ദങ്ങളും ഉയരുന്നുണ്ട്. പിറ്റേന്നത്തെ ഡാൻസ് പ്രാക്ടീസിലായിരുന്നു അവൾ. കഠിനമായ പ്രാക്ടീസായിരുന്നു അവൾക്ക്. വിയർപ്പ് തുള്ളികൾ നെറ്റിയിൽ പൊടിഞ്ഞിട്ടും ചുവടുകളെ താളം തെറ്റാതെ അവൾ ആ മുറിയിൽക്കുള്ളിൽ സ്വയം മറന്നു നൃത്തം ചെയ്തു. എന്നാൽ പുറത്ത് ക്യാമ്പസിൻ്റെ ഇടനാഴികളിൽ അവളെയും അന്വേഷിച്ച് ഒരാൾ പാഞ്ഞു നടക്കുന്നുണ്ടായിരുന്നു. ശ്വാസം പോലും നേരെ വിടാതെ അവൻ ഓരോ ക്ലാസ് മുറികളും ഓടിക്കയറി. ഓരോ വാതിലുകളും അവൻ്റെ കണ്ണുകൾ അവളെ തന്നെ തിരഞ്ഞു. എവിടെയാകും അവൾ? അവൻ സ്വയം ചോദിച്ചു. ഓരോ ക്ലാസ് മുറികളും ഓരോ ലോകത്തായിരുന്നു. നാടകത്തിൻ്റെ റിഹേഴ്സൽ നടക്കുന്ന ഒരിടം, പാട്ടുപരിശീലനം തകൃതിയായി നടക്കുന്ന ഒരിടം മറ്റൊന്ന്. അങ്ങനെ സെറ്റ് ക്യാമ്പസിൻ്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ ഓരോ മുറിയും അരിച്ചു പെറുക്കി. ഇടനാഴിയിലെ തിരക്കിനിടയിലും പരിചിതമായ ആ മുഖം തേടി അവൻ ഒരു ഭ്രാന്തനെ പോലെ അലയുന്നുണ്ടായിരുന്നു. അവൻ്റെ വേഗതയും വിപ്ലവവും കണ്ടവൻ അത്ഭുതപ്പെട്ടെങ്കിലും അതൊന്നും ശ്രദ്ധിക്കാതെ അവൾ എവിടെയുണ്ടാകും എന്ന ചിന്തയിൽ മാത്രമായിരുന്നു അവൻ്റെ മനസ്സും. വെറുമൊരു തിരച്ചിലായിരുന്നില്ല അത്. അഭിരാം സർ സ്റ്റാഫ് റൂമിൽ നിന്നും ഇറങ്ങിയിട്ട് ഇപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞു. അതേസമയം തൊട്ട് അനഘയെയും കാണാനില്ല. ക്യാമ്പസിലെ ഓരോ ഇടനാഴിയും പിന്നിടുമ്പോൾ അവൻ്റെ ശ്വാസഗതി വേഗത്തിലായി. ആ രണ്ടുപേരും അവൻ്റെ മനസ്സിൽ ഒരു അപായ സൂചനയായി മുഴങ്ങിക്കൊണ്ടേയിരുന്നു. അനഘ, അവൾ എവിടെയായിരിക്കും? ഒരേ ക്ലാസ് മുറിയിലും എത്തി നോക്കുമ്പോൾ അവൻ്റെ കൈകൾ വിറക്കുന്നുണ്ടായിരുന്നു. ഒടുവിൽ ബ്ലോക്കിൻ്റെ അങ്ങേയറ്റത്തെ അധികം ആരും ശ്രദ്ധിക്കാതെ ആ പഴയ ക്ലാസ് മുറിക്ക് മുന്നിൽ അവൻ തറഞ്ഞു നിന്നു. ഉള്ളിൽ നിന്നും ഒരു പാട്ടിൻ്റെ താളം നേർത്ത രീതിയിൽ പുറത്തേക്ക് വരുന്നുണ്ട്. അവൻ പതിയെ വാതിലിലൂടെ അകത്തേക്ക് നോക്കി. അവിടെ കണ്ട കാഴ്ച അവൻ്റെ രക്തം തിളപ്പിക്കുന്നതാണ്. അകത്ത് അനഘയും അഭിരാം സാറും ഒരുമിച്ച് നൃത്തം ചെയ്യുകയാണ്. അതൊരു സാധാരണ പ്രാക്ടീസ് ആയിരുന്നില്ല. പ്രണയവും ആവേശവും ഇഴചേർന്ന ഒരു ശാസ്ത്രീയ നൃത്തം. അഭിരാമിൻ്റെ കൈകൾ അനഘയുടെ ചുവടുകളെ നിയന്ത്രിക്കുന്നു. ഓരോ കറക്കത്തിലും അവൾ അയാളുടെ കൈകളിൽ ഒരു പൂവ് പോലെ വന്ന് വീഴുന്നുണ്ട്. അഭിരാം സാർ അവളുടെ അരികിലേക്ക് നീങ്ങി നിന്ന് അവളുടെ തോളിൽ കൈവച്ച് അടുത്ത ചുവട് വിവരിച്ചു കൊടുക്കുമ്പോൾ അവരുടെ മുഖങ്ങൾ തമ്മിലുള്ള അകലം കുറഞ്ഞു വന്നു. പാട്ടിൻ്റെ താളം മുറുകിയപ്പോൾ അനഘയുടെ മുഖത്ത് വിരിഞ്ഞ ആ ഭാവം, അത് ആരാധനയാണോ അതോ പ്രണയമാണോ എന്ന് സിദ്ധാർത്ഥിന് തിരിച്ചറിയാനായില്ല. അവളുടെ കൈകൾ അയാളുടെ കൈകളിൽ കോർത്തുപിടിച്ച് അവർ ഒരുമിച്ച് വട്ടം ചുറ്റുമ്പോൾ ആ മുറിക്കുള്ളിലെ വായുവിൽ പോലും ഒരു പ്രത്യേക ഗന്ധമുള്ളതുപോലെ അവന് തോന്നി. സിദ്ധാർത്ഥിൻ്റെ കണ്ണുകൾ ദേഷ്യം കനലായി മാറി. അവൻ്റെ മുഷ്ടി ചുരുട്ടി. അനഘ മറ്റൊരാളുടെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ഇത്രയേറെ ആവേശത്തോടെ നൃത്തം ചെയ്യുന്നത് അവന് സഹിക്കാവുന്നതിലും അപ്പുറമാണ്. അവളുടെ ഓരോ പുഞ്ചിരിയും അഭിരാമിൻ്റെ ഓരോ സ്പർശവും സിദ്ധാർത്ഥിൻ്റെ നെഞ്ചിൽ കത്തിമുനയായി തറച്ചു. നിശബ്ദമായ ആ ഇടനായിൽ തൻ്റെ പ്രിയപ്പെട്ടവൾ മറ്റൊരാളിലേക്ക് ചുവട് വയ്ക്കുന്നത് നോക്കി നിൽക്കാനേ അവന് കഴിഞ്ഞുള്ളൂ. പക്ഷെ ആ നിശബ്ദമായ ഒരു വലിയ കൊടുങ്കാറ്റിന് മുന്നോടിയാണെന്ന് അവൻ്റെ മുഖത്തെ ഭാവം വിളിച്ച് പറയുന്നുണ്ടായിരുന്നു. ക്ലാസ് മുറിക്കുള്ളിൽ സംഗീതം അതിൻ്റെ ഉച്ചസ്ഥാനിയിൽ എത്തി നിൽക്കെ പെട്ടെന്നാണ് ആ താളം പിഴച്ചത്. അനഘയുടെ വലതുകാലിലെ ചിലങ്ക ചരടഴിഞ്ഞു. ഓട്ടുപണികൾ തറയിൽ തട്ടി ചിതറുന്ന ശബ്ദത്തോടെ ചിലങ്ക നിലത്തേക്ക് ഉയർന്നുയർന്നു. നൃത്തം പാതിവയിൽ നിലച്ചു. അനഘ കുനിഞ്ഞത് എടുക്കാൻ തുനിയുന്നതിനു മുൻപേ അഭിരാം സർ അവളുടെ മുന്നിൽ മുട്ടുകുത്തിയിരുന്നു. യാതൊരു മടിയുമില്ലാതെ അദ്ദേഹം അവളുടെ പാദം മെല്ലെ ഉയർത്തി തൻ്റെ മുട്ടിന്മേൽ വെച്ചു. സർ, ഞാൻ ചെയ്തോളാം, അവൾ പരിഭ്രമത്തോടെ പറഞ്ഞു. പക്ഷെ അഭിരാം അത് കേട്ട ഭാവം നടിച്ചില്ല. അദ്ദേഹം അതീവ ശ്രദ്ധയോടെ ആ ചിലങ്കയുടെ ചരടുകൾ അവളുടെ കണങ്കാലിൽ ചുറ്റാൻ തുടങ്ങി. പൂ പോലെ മൃദുലമായ അവളുടെ പാദങ്ങളിൽ അദ്ദേഹത്തിൻ്റെ വിരലുകൾ തഴുകുമ്പോൾ ആ സ്പർശനത്തിൽ വെറുമൊരു അധ്യാപകൻ്റെ കരുതലായിരുന്നില്ല ഉണ്ടായിരുന്നത്. അഭിരാമിൻ്റെ കണ്ണുകളിൽ ആ പാദങ്ങളുടെ ഭംഗി ആസ്വദിക്കുന്നതിന് ഒരു പ്രത്യേക തിളക്കമുണ്ടായിരുന്നു. വളരെ സാവധാനം ആ നിമിഷത്തെ ആവോളം അനുഭവിച്ചുകൊണ്ട് അദ്ദേഹം ചിലങ്ക മുറുക്കി കെട്ടി. പെട്ടെന്നാണ് അനഘയുടെ ദൃഷ്ടി വാതിലിനടുത്തേക്ക് നീങ്ങിയത്. അവിടെ കണ്ട കാഴ്ചയിൽ അവളുടെ ശ്വാസം നിലച്ചുപോയി. സിദ്ധാർത്ഥ് സർ അവിടെ തന്നെ നിൽപ്പുണ്ട്. വാതിൽ പിടിമുറുക്കി രക്തം ഉയരുന്ന ദേഷ്യത്തോടെ സിദ്ധാർത്ഥ് സർ തങ്ങളെ തന്നെ നോക്കി നിൽക്കുകയാണ്. അവൻ്റെ കണ്ണുകളിലെ ആ ചുവപ്പ് അത് വെറും ദേഷ്യമായിരുന്നില്ല, ആഴത്തിലുള്ള മുറിവേറ്റൊരുവൻ്റെ വാശിയായിരുന്നു. തന്നേറെ സ്നേഹിക്കുന്നവൾ മറ്റൊരാൾക്ക് മുന്നിൽ പാദം വെച്ചു കൊടുത്തിരിക്കുന്നു എന്ന സത്യം അവൻ്റെ മുഖത്തെ ഭാവത്തെ വല്ലാതെ വികൃതമാക്കിയിരുന്നു.
സിദ്ധാർത്ഥ് സാറിൻ്റെ ആ നിൽപ്പ് കണ്ടപ്പോൾ അനഘയുടെ ഉള്ളിൽ ഭയം ഇരച്ചു കയറി. സിദ്ധാർത്ഥ് സാർ എല്ലാം കണ്ടിരിക്കുന്നു. തൻ്റെ കാൽപാദത്തിൽ അഭിരാം സാർ തഴുകുന്നതും താൻ അത് തടയാതിരുന്നതും എല്ലാം സാറിൻ്റെ ഹൃദയത്തിൽ കനലായി വീണിട്ടുണ്ടാകും. അവൾ വെപ്രാളത്തോടെ തൻ്റെ കാൽ അഭിരാം സാറിൻ്റെ മടിയിൽ നിന്നും വലിച്ചെടുത്തു. ആ നിമിഷം സിദ്ധാർത്ഥ് ഒന്നുപോലും മിണ്ടാതെ ദേഷ്യം കടിച്ചമർത്തിക്കൊണ്ട് അവിടെ നിന്നും പാഞ്ഞുപോയി. അവൻ്റെ ഓരോ ചുവടിലും ഒരു വലിയ പൊട്ടിത്തെറിയുടെ ഭീകരത ഒളിഞ്ഞിരിപ്പുണ്ടായിരുന്നു. സിദ്ധാർത്ഥ് സാർ പെട്ടെന്ന് തന്നെ അവിടെ നിന്നും ഇറങ്ങിപ്പോയ ആ ദിശയിലേക്ക് നോക്കി നിൽക്കുമ്പോൾ അനഘയുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി. അഭിരാം സാർ എഴുന്നേറ്റ് അവളുടെ തോളിൽ കൈവച്ചെങ്കിലും അവൾക്ക് ആ സ്പർശനം ഇപ്പോൾ ഒരു പൊള്ളലായിട്ടാണ് അനുഭവപ്പെട്ടത്. ക്ലാസ് റൂമിലെ നൃത്ത പ്രാക്ടീസുകളെല്ലാം കഴിഞ്ഞു. ചിലങ്കയുടെ കിലുക്കം അവസാനിച്ചു. വിയർപ്പ് തുള്ളികൾ കുതിർന്ന നെറ്റിത്തടം സാരിത്തുമ്പാൽ തുടച്ച് അനഘ ഒരു ദീർഘശ്വാസം വിട്ടു. തളർച്ചയുണ്ടെങ്കിലും മനസ്സിൽ ഒരുതരം സംതൃപ്തിയായിരുന്നു അവൾക്ക്. ചുമരിലെ വലിയ കണ്ണാടിക്ക് മുന്നിൽ ഇരുന്നു കൊണ്ടവൾ കാലിലെ ഓരോ കെട്ടുകളും സാവധാനം അഴിച്ചു മാറ്റി. പിച്ചളമണികൾ തമ്മിൽ മുട്ടി നേർത്ത ശബ്ദം ആ വലിയ ഹാളിൽ പ്രതിധ്വനിച്ചു. അവൾ ആ ചിലങ്ക ഭക്തിയോടെ തൊട്ടു വന്ദിച്ചു. എന്നിട്ട് തൻ്റെ ബാഗിലേക്ക് ഭദ്രമായി എടുത്തു വെച്ചു. അപ്പോഴും അവളുടെ മനസ്സിൽ തന്നെ ദേഷ്യത്തോടെ നോക്കി ഇറങ്ങിപ്പോയ സിദ്ധാർത്ഥ സാറിൻ്റെ മുഖമായിരുന്നു. ആ ദേഷ്യം കൊണ്ടുള്ള കണ്ണുകളും അവളുടെ മനസ്സിൽ നിന്ന് മായുന്നേ ഉണ്ടായിരുന്നില്ല. അവിടെ അധിക നേരം നിൽക്കുന്നത് സിദ്ധാർത്ഥിന് അസാധ്യമായിരുന്നു. ഓരോ നിമിഷം അവൻ്റെ ഉള്ളിലെ ദേഷ്യം അണപൊട്ടി ഒഴുകാൻ വമ്പി നിന്നു. ചുവരുകൾക്കിടയിലെ ആ ശ്വാസം മുട്ടലിൽ നിന്നും അവൻ പുറത്തേക്ക് വേഗത്തിൽ നടന്നു നീങ്ങി. വിറക്കുന്ന വിരലുകളോടെ ജീൻസിൻ്റെ പോക്കറ്റിൽ നിന്നും സിഗരറ്റ് പാക്കറ്റ് വലിച്ചെടുത്തു. തീപ്പെട്ടിക്കൊള്ളി ഉരസിയപ്പോൾ അവൻ്റെ ഉള്ളിലെ പക പോലെ ആ ചോല ആളിപ്പടർന്നു. ഒരു ദീർഘശ്വാസത്തോടെ അവൻ പുക ഉള്ളിലേക്ക് വലിച്ചു കയറ്റി. പക്ഷെ ആ പുകയ്ക്കും അവൻ്റെ ഉള്ളിലെ കനലിനെ അണയ്ക്കാനായില്ല. കണ്ണടയ്ക്കുമ്പോൾ തെളിയുന്നത് ആ ഒരൊറ്റ കാഴ്ചയാണ്. അനഘ അവളുടെ കാലുകളിൽ അനുരാഗപൂർവ്വം ചിലങ്ക കെട്ടിക്കൊടുക്കുന്ന അഭിരാം സാർ. അവൾ എൻ്റേതാണ്, എൻ്റേത് മാത്രം. ആ വേദനയിലും അവൻ്റെ മനസ്സ് പുലമ്പിയും പറഞ്ഞുകൊണ്ടേയിരുന്നു. അവൻ പല്ലുറമ്പി പിറുപിറുത്തു. ആ രംഗം ഒരു മുള്ളുപോലെ അവൻ്റെ ഹൃദയത്തിൽ തറച്ചു കയറി. അനഘയുടെ മുഖത്തെ ആ നാണവും കലർന്ന ചിരിയും സാറിൻ്റെ കരുതലും സിദ്ധാർത്ഥിനെ ഭ്രാന്ത് പിടിപ്പിച്ചു. പ്രണയവും അസൂയവും കലർന്ന ഒരുതരം വന്യമായ വേദന അവൻ്റെ സിരകളിൽ പടർന്നു കയറി. ക്യാമ്പസ് പാർക്കിലെ ആ വിജനമായ ബെഞ്ചിൽ അവൻ തളർന്നിരുന്നു. ചുറ്റുമുള്ള മരങ്ങൾക്കിടയിലൂടെ വീശുന്ന കാറ്റിന് പോലും അവനെ തണുപ്പിക്കാനായില്ല. പുകച്ചുരുളുകൾ അന്തരീക്ഷത്തിൽ അലഞ്ഞു ചേരുമ്പോഴും സിദ്ധാർത്ഥിൻ്റെ കണ്ണുകൾ ദൂരേക്ക് ശൂന്യമായി നോക്കിയിരുന്നു. ഓരോ സെക്കൻഡിലും അവൻ്റെ ഉള്ളിലെ ദേഷ്യം ഒരു കൊടുങ്കാറ്റായി മാറുകയായിരുന്നു. ആ പുകയേക്കാൾ കയ്പുള്ള ഒന്ന് അവൻ്റെ മനസ്സിൽ അപ്പോൾ പടർന്നു കയറുന്നുണ്ടായിരുന്നു: പ്രതികാരം. അതേസമയം ഹാളിലെ മറ്റൊരു വശത്ത് ഫാനുകൾ ഓരോന്നായി ഓഫ് ചെയ്തുകൊണ്ട് അഭിരാം സർ നിശബ്ദനായിരുന്നു. പ്രായത്തിൽ കവിഞ്ഞ ഗൗരവം എപ്പോഴും ആ മുഖത്തുണ്ടാവും, എപ്പോഴും ഒരു പുഞ്ചിരിയും. അനഘ ആ ബാഗും തോളിലിട്ട് എഴുന്നേറ്റപ്പോൾ അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങാൻ തയ്യാറെടുത്തു. "ശരി സർ, ഞാൻ ഇറങ്ങുകയാണ്," അവൾ താഴ്മയോടെ പറഞ്ഞു. അഭിരാമം ഒന്ന് തലയാട്ടി. അവൾ ക്ലാസ് മുറിയുടെ പടിയിറങ്ങി കോളേജ് ക്യാമ്പസിലെ തിരക്കുകളിലേക്ക് നടന്നു നീങ്ങി. അവളുടെ പാദസരത്തിൻ്റെ കിലുക്കം അന്തരീക്ഷത്തിൽ അലിഞ്ഞു ചേരുന്നതുവരെ അവൻ നോക്കി നിന്നു. അവൾ പോയി കഴിഞ്ഞെന്ന് ഉറപ്പായപ്പോൾ അഭിരാം തൻ്റെ കൈപ്പത്തി പതുക്കെ നിവർത്തി. ആ ഉള്ളം കൈയിൽ അവളുടെ ചിലങ്കയിൽ നിന്നും അടർന്നു വീണ ഒരു വെള്ളിമുത്ത് തിളങ്ങുന്നുണ്ടായിരുന്നു. അത് കണ്ടപ്പോൾ അവൻ്റെ ആദരങ്ങളിൽ അറിയാതൊരു പുഞ്ചിരി വിരിഞ്ഞു. അതുവരെ അവളുടെ സാമീപ്യം അവൻ ശരിക്കും ആസ്വദിക്കുകയായിരുന്നു. അവളുടെ ഉടയാടകളിൽ നിന്നും അറിയുന്ന തുളസി കതിറിൻ്റെ ഗന്ധവും നൃത്തത്തിനിടയിൽ അവിചാരിതമായി ഉണ്ടായ അവളുടെ ഓരോ സ്പർശനവും അവൻ്റെ ഉള്ളിൽ പ്രണയത്തിൻ്റെ മഞ്ഞുതുള്ളികളായി പെയ്തിറങ്ങി. ആ നൃത്തവേദിയിൽ വെച്ച് അവളോട് ചേർന്നു നിന്ന് ആ നിമിഷങ്ങൾ ഒരു സ്വപ്നം പോലെ അവൻ്റെ മനസ്സിൽ ഇപ്പോഴും തങ്ങി നിൽക്കുന്നുണ്ട്. എങ്കിലും ആ സന്തോഷത്തിനിടയിലും ഒരു ഭയം നിഴൽ പോലെ അവനെ പിന്തുടരുന്നുണ്ടായിരുന്നു. സിദ്ധാർത്ഥ് സർ ഇതറിഞ്ഞാൽ? ആ ചിന്ത വന്നതും അവൻ്റെ നെഞ്ചിടിപ്പൊന്നു കൂടി. സിദ്ധാർത്ഥിൻ്റെ കണ്ണിൽ പെട്ട തൻ്റെ അവസ്ഥ എന്താകും ആവലാതി ഒരു നിമിഷം അവനെ വല്ലാതെ അസ്വസ്ഥനാക്കി. എങ്കിലും കയ്യിലിരിക്കുന്ന ആ ചെറിയ മുത്തിലേക്ക് നോക്കിയപ്പോൾ ആ പേടിയെല്ലാം മറികടന്നു കൊണ്ടുപോയി. തൻ്റെ പ്രണയത്തിൻ്റെ മാധുര്യം വീണ്ടും അവൻ്റെ ഉള്ളിൽ വന്നു നിറഞ്ഞു. അവൻ ആ മുത്ത് ഭദ്രമായി തൻ്റെ ഷർട്ടിൻ്റെ പോക്കറ്റിൽ വെച്ചു. ആ ക്ലാസ്സിൽ നിന്നും ഇറങ്ങി അവൻ്റെ മൗനമായ പ്രണയത്തെ ഓർത്തുകൊണ്ട്.